നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കേച്ചേരിയിൽ ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കേച്ചേരി തലക്കോട്ടുകരയിൽ വെള്ളിയാഴ്ച രാവിലെ 7:30യോടെയുണ്ടായ അപകടത്തിൽ അമ്പലപുരം സ്വദേശി കിണറുമാക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ മുഹമ്മദാണ് മരിച്ചത്. 52 വയസ്സാണ്. തലക്കോട്ടുകര അമ്പലത്തിന് സമീപത്തു വെച്ചാണ് ഓട്ടോറിക്ഷകളും ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കുപറ്റിയ ബൈക്ക് യാത്രികനായ മുഹമ്മദിനെ കേച്ചേരി എക്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ചേലക്കര കൊണ്ടാഴി സ്വദേശി തേക്കിൻകാട് കോളനി വീട്ടിൽ വേലായുധൻ മകൻ പ്രവീൺ, യാത്രികരായ തേക്കിൻകാട് കോളനി വീട്ടിൽ കണ്ണൻ ഭാര്യ തങ്കം, തേക്കിൻകാട് കോളനി വീട്ടിൽ സുഭാഷ് കുമാർ മകൻ അനൈ എന്നിവർക്കും സ്കൂട്ടർ യാത്രികനും അപകടത്തിൽ പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനെ അമല ആശുപത്രിയിലും മറ്റു 3 പേരെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു. പെരുമ്പിലാവ് കടവല്ലൂർ പാറപ്പുറത്ത് ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റിവന്ന മിനി പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് വീട്ടുമതിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കണ്ടൻകാവ് വിളയൂർ സ്വദേശികളായ വയലത്തൊടി വീട്ടിൽ ഹൈദരലി, അബ്ദുൾ റഷീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. കടവല്ലൂർ ഭാഗത്തു നിന്നും അയ്നൂരിലേക്ക് വരികയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ വീട്ടുമതിൽ പൂർണ്ണമായും തകർന്നു. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് ലോറിയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ റോഡിലേക്ക് തെറിച്ചു വീണു. സിലിണ്ടറുകളിൽ നിന്നും ഗ്യാസ് ചോർന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഉടൻ തന്നെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിൽ വീണ ഗ്യാസ് സിലിണ്ടറുകൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് മറ്റൊരു ലോറിയിലേക്ക് മാറ്റി. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. കാർ ഓടിച്ചിരുന്ന യുവതിക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്രത്തിന് സമീപം ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിനി 35 വയസ്സുള്ള അനിതയ്ക്കാണ് പരിക്ക്. പരിക്കേറ്റ യുവതിയെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചതിനു ശേഷം സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ മതിലിൽ ഇടിച്ചാണ് നിന്നത്. 2 ഇലക്ട്രിക് പോസ്റ്റുകൾ അപകടത്തിൽ തകർന്നു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ജീവനക്കാരെത്തി പോസ്റ്റുകൾ മാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. AD 52 വിശുദ്ധ മാർ തോമസ് ശ്ലീഹയാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പുതുതായി നിർമ്മിക്കുന്ന മണിമാളിക കല്ലിടൽ കർമ്മം നടത്തി. വെള്ളിയാഴ്ച വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഫാദർ അജിൻ ചാക്കോയും നിരവധി വിശ്വാസികളും സന്നിഹിതരായിരുന്നു. വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ജോസഫ് ജോർജ്, ട്രസ്റ്റി റെജി CI, സെക്രട്ടറി ബെന്നി KS എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം തിരുനാളിന് വെള്ളിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 17 മുതൽ 21 വരെയുള്ള തീയതികളിലാണ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ നവനാൾ ദിവസങ്ങളിൽ രാവിലെ 6-നും വൈകിട്ട് 5-നും തിരുകർമ്മങ്ങൾ നടക്കും. തിരുനാളിന്റെ ഭാഗമായി ഏപ്രിൽ 17 വൈകിട്ട് 5 മണിക്ക് പ്രസുദ്ധേൻ ദിവാഴ്ച, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് മാർ ജേക്കബ് മനത്തോടത്ത് കാർമ്മികനാകും. 18-ാം തീയതി മാർ പോൾ ആലപ്പാട്ട് കാർമ്മികനായി കിരീട സമർപ്പണം, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾ നടക്കും. തിരുനാൾ ദിനമായ 19-ന് രാവിലെ 5:30, 7 മണി, 8:30, ഉച്ചതിരിഞ്ഞ് 4-നും തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യബലിയും രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുമുണ്ടാകും. ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികനാകും. ഫാദർ ഫ്രാൻസിസ് എലവത്തിങ്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടക്കും. വൈകിട്ട് 6-ന് ഇടവക ദേവാലയത്തിൽ ഇറ്റാനഗർ ബിഷപ്പ് മാർ ബെന്നി വർഗീസ് ഇടത്തട്ടേൽ കാർമ്മികനായുള്ള ദിവ്യബലിയെ തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുണ്ടാകും. ഏപ്രിൽ 20-ന് രാവിലെ 7 മണിക്ക് ആഘോഷമായ റാസ കുർബാനയ്ക്ക് മാർ ഫ്രാങ്കോ മുളയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് നാടക അവതരണവും നടക്കും. ഏപ്രിൽ 21-ന് വൈകിട്ട് 7 മണിക്ക് ഇടവകയിലെ പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന ഗാനമേള അരങ്ങേറും. തിരുനാളിനോടനുബന്ധിച്ച് ഏപ്രിൽ 10 മുതൽ 21 വരെ മറ്റം ഗേൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ കാർണിവൽ എക്സ്പോ നടക്കും. ഏപ്രിൽ 12-ന് ഞായറാഴ്ച മറ്റം ഫൊറോനയിലെ കൂനമുച്ചി, ആളൂർ, കണ്ടാണശ്ശേരി, വാഗ എന്നീ പള്ളികളിൽ നിന്നുള്ള
ഒന്നാം കനകക്കുന്ന് തീർത്ഥാടനം ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരും. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഏപ്രിൽ 13, 14, 15 തീയതികളിൽ വൈകിട്ട് 5 മുതൽ രാത്രി 9:30 വരെ തീർത്ഥകേന്ദ്രത്തിൽ വെച്ച് രണ്ടാം കനകക്കുന്ന് ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കും. വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ജിയോ വേലൂക്കാരൻ, കൈക്കാരന്മാരായ ഷാജ് കെ സൈമൺ, MJ ജോഷി, CT സ്പാർട്ടക്സ്, CK ജോയ്, ജനറൽ കൺവീനർ സെബി തോമസ് കെ, ജോയിന്റ് ജനറൽ കൺവീനർ ജെയിംസ് CT എന്നിവർ തിരുനാളിന് നേതൃത്വം നൽകും. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അമ്മയാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അനേകായിരങ്ങൾ ഈ തീർത്ഥകേന്ദ്രത്തിലേക്ക് ഈ തിരുനാൾ ദിനങ്ങളിലെ വരുന്നു. അവരുടെ അപേക്ഷകളും പ്രാർത്ഥനകളും മാതാവിൻ്റെ മാധ്യസ്ഥതം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈ അനുഗ്രഹപ്രദമായ ദിവസങ്ങളിലേക്ക് നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 19-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനകൾ 5:30, 7 മണി, 8:30, അതുപോലെ തന്നെ 10:30 ആഘോഷമായിട്ടുള്ള തിരുനാൾ കുർബാന ഉണ്ടായിരിക്കും. തുടർന്ന് 4 മണിക്ക് ഇവിടെ വിശുദ്ധ കുർബാന തീർത്ഥകേന്ദ്രത്തിലുണ്ടായിരിക്കും. 6 മണിക്ക് ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായിട്ടുള്ള കിരീടം എഴുന്നള്ളിപ്പ് ഇടവക പള്ളിയിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് എത്തും. കുന്നംകുളം മലങ്കര ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിലേക്ക് ഐബീസ് ഫൗണ്ടേഷൻ നൽകിയ ഡയാലിസിസ് മെഷീന്റെ ഉദ്ഘാടനം നടന്നു. ഐബീസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ശ്യാമള ദേവി ഉദ്ഘാടനം ചെയ്തു. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. ഐബീസ് ഫൗണ്ടേഷൻ CEO ദീപക് മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ മോൺസി P എബ്രഹാം, ഐബീസ് ഫൗണ്ടേഷൻ പ്രതിനിധി പ്രിയ, JCI സോണൽ പ്രസിഡന്റ് റഫീഖ്, ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യു, അഡ്മിനിസ്ട്രേറ്റർ ഡിക്സൺ CS തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാർ, ജീവനക്കാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വോട്ട് ചെയ്ത് വീട്ടിൽ മടങ്ങിയെത്തിയ ഗൃഹനാഥൻ കുഴഞ്ഞു വീണു മരിച്ചു. ഗുരുവായൂർ തിരുവേങ്കിടം മുരളീരവത്തിൽ ചങ്കത്ത് ശിവദാസ മേനോനാണ് മരിച്ചത്. 82 വയസ്സാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് തിരുവേങ്കിടം LP സ്കൂളിലെ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോയത്. മടങ്ങിയെത്തി 1 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച ശേഷം ശുചിമുറിയിലേക്ക് പോകുന്നതിനിടെ കുഴഞ്ഞു വീണ് മരണം സംഭവിക്കുകയായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം. ഗുരുവായൂർ പുത്തമ്പള്ളി പാട്ടത്തിൽ പറമ്പ് മുള്ളൂക്കര ആനി നിര്യാതയായി 73 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ആന്റണി ഭർത്താവും ലിജോ ലിൻഡോ എന്നിവർ മക്കളുമാണ്. പാറേമ്പാടം അയ്യംപറമ്പ് മണ്ടുമ്പാൽ കൊച്ചുവർക്കി മകൻ ആന്റണി നിര്യാതനായി 57 വയസ്സായിരുന്നു. സംസ്കാരം പാറേമ്പാടം സെന്റ് ആന്റണീസ് പള്ളിയിൽ നടത്തി. ബിന്ദു ഭാര്യയും ബിജോ ബിജന എന്നിവർ മക്കളുമാണ്. കുന്നംകുളം കിഴക്കേ അങ്ങാടിക്ക് പുറകിൽ കാക്കശ്ശേരി വീട്ടിൽ KV സൈമൺ ഭാര്യ PD സാറ നിര്യാതയായി 96 വയസ്സായിരുന്നു. കേരളശ്ശേരി ഹൈസ്കൂളിലെ റിട്ടയർഡ് ടീച്ചറാണ് പരേത. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 ആർത്താട് സെന്റ് മേരീസ് സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടക്കും. സിൽവി, മേരി, ശോഭ എന്നിവർ മക്കളാണ്. വയലത്തൂർ പരേതനായ വാഴപ്പിള്ളി ജേക്കബ് മകൻ ജോഷി ജേക്കബ് നിര്യാതനായി 51 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 5:30 വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ജോയ് ബി ജോഷി ഭാര്യയും ആൻലി, ആൻവിൻ എന്നിവർ മക്കളുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.